നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, നേപ്പാളിലെ പ്രളയം മനുഷ്യ സങ്കല്പങ്ങൾക്ക് അതീതമാണ്. അതിൻ്റെ അപകടാവസ്ഥ പ്രകൃതിയെ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നു, നശിപ്പിക്കുന്നതിൻ്റെ ഒരു പര്യായം കൂടിയാണ് നേപ്പാൾ. ഇന്തോനേഷ്യയിൽ 7.7 ഭൂകമ്പം, അമേരിക്കയിൽ ഭൂകമ്പം. ഇപ്പം നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടായതുകൊണ്ട് അമേരിക്ക ഏജൻസി പറയുന്ന ഭൂകമ്പം കൊണ്ടല്ല, അത് മല ഇടിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് അപകടം സംഭവിച്ചല്ലോ. ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. കേരളം ഭൂകമ്പ പ്രദേശമല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറേ വർഷമായിട്ട് ഭൂകമ്പത്തിൻ്റെ ഫസ്റ്റ്, സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജല്ല, തേർഡ് സ്റ്റേജിൽ എത്തിയിട്ടുള്ളത് എന്നാണ് പുതിയ റിപ്പോർട്ട്. 4ന് മുകളിൽ ഒരു ഭൂകമ്പം ഉണ്ടായാൽ അതിൻ്റെ ഭവിഷ്യത്ത് നമുക്ക് വിവരണാതീതമാണ്. നേപ്പാളിലെ വെള്ളപ്പൊക്കം അരമണിക്കൂർ 9 അടി വെള്ളം ഉയർന്നുണ്ട്. അരമണിക്കൂർ 9 അടി വെള്ളം ഉയർന്നു. പക്ഷേ മുല്ലപ്പെരിയാറിലൊന്നും സംഭവിക്കാതെ കിട്ടിയാൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പക്ഷെ സംഭവിച്ചാൽ 15 മീറ്ററൊക്കെ ഉയർത്തി മതി. 15 മീറ്റർ 50 അടി, തിരിച്ചു വരുമ്പോൾ 50 അടിയാവും. 50 അടി ഉയർത്തുമ്പോൾ എന്താ അപകടമായിരിക്കും. പക്ഷെ അതിനെക്കുറിച്ച് ഈ ബുദ്ധിശൂന്യരായ രാഷ്ട്രീയ നേതാക്കൾ, ഭരണാധികാരികൾ ഒരു ചർച്ച പോലും ചെയ്തില്ലെന്നല്ലോ. പരിഹരിക്കാൻ പറ്റൂല. പരിഹരിക്കാൻ ഒരു ഡാം ഉണ്ടാക്കി 10-20 വർഷം പിടിക്കും. അത് അന്നത്തെ പോലെ ഖലാസികൾ, ആരോഗ്യങ്ങൾ, തൊഴിലാളികളില്ല, പിന്നെ മെറ്റീരിയൽസ് കിട്ടാനില്ല, സ്ഥാനം നിർണ്ണയിക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ എന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ എന്ന് ചിന്തിക്കാനെങ്കിലും സാധിക്കും, ചർച്ച ചെയ്യാനെങ്കിലും ഒരു അവസരം കൊടുക്കണ്ടേ ജനങ്ങൾക്ക്. അതും ചിന്തിക്കുന്നില്ല. എത്ര ഭയാനകെന്ന് പറഞ്ഞ ആൾക്കാർ പേടിയാവും. അതുപോലെ അതൊക്കെ വലിയ കുറ്റമായിട്ട് വരും. അതൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്നറിയോ, പറയാതിൻ്റെ കാര്യം എന്താ, ഒരു രോഗി, ക്യാൻസർ രോഗി, അസുഖം സീരിയസ് ആയി 6 മാസം പോലും ജീവിച്ചിരിക്കില്ല എന്ന് ആ രോഗി ചോദിച്ചു ബാക്കി ലോകം മുഴുവൻ അറിയും. രോഗി അറിയിക്കില്ല, അയ്യോ അയാൾ ആദ്യം ചത്തുപോയാലോ. 6 മാസം മാത്രം ആയുഷുള്ള രോഗി ഇനിയിപ്പോൾ ഇത് കേട്ട് 2 മാസം നേരത്തെ മരിച്ചുകൊണ്ട് എന്ത് സംഭവിക്കാൻ പോകുന്നത്? അയാൾക്ക് ആ വിവരറിയാമല്ലോ. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ ഒരു പയ്യൻ 19-52 വയസ്സുണ്ട്. പുള്ളിക്ക് അസുഖം വന്ന് ലിസി ഹോസ്പിറ്റലിൽ കൊണ്ട് 8 ലക്ഷമൊക്കെ മുടങ്ങി. 6 മാസം ആയുസുള്ളൂന്ന് അവിടെ പറഞ്ഞതാണ്. ആ രോഗി നമുക്ക് അറിയില്ല. രോഗി കളിച്ച് തിരിച്ചറിഞ്ഞ് ഒരു ഉപാധിയെ പോയി, മകൾ കല്യാണം കഴിക്കാനായി. അങ്ങനെ പല പല അന്ത്യോപദേശമല്ലേ, പിന്നെ ആഗ്രഹം പറയാൻ പോലും പറ്റുന്നില്ലല്ലോ. കാര്യം പ്രതീക്ഷയില്ല മരിക്കുന്നുള്ളൂ. അങ്ങനെ ആൾ പോയി. അത് മുല്ലപ്പെരിയാർ വിഷയം വേണ്ടില്ലേ, ജനങ്ങൾ ആദ്യം കയറും. അങ്ങനെയാണ് കഴിയുന്നത്. ചില കോണിൽ നിന്ന് വർത്താനം കേൾക്കുക ഒരു പരിധി ശരിയാണ്. പക്ഷേ എന്ന് വെച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്തി അറിയിക്കേണ്ടി വരും. അതിൻ്റെ ഭവിഷ്യത്ത് ഒന്നുമില്ല. ഏതായാലും ശ്രദ്ധിക്കാം. ഈ മലപ്പുറം ജില്ലയിൽ ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് കൊടുക്കാതെ 10 മാസം നടത്തിയതിൻ്റെ ഫലമായിട്ട് കൈക്കൂലി കൊടുക്കാത്തത് കൊണ്ടാണെന്നൊക്കെ ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾ ആത്മഹത്യ പഞ്ചകാലം മഹാമണ്ഡലം അങ്ങനെ ചെയ്യാവോ? അവന് ആലോചിച്ച് വളർത്തിയ മക്കളെയും ഭാര്യയുടെയും ഭാവി നോക്കാതെ അവൻ മരിച്ചോടി, അത് ഒളിച്ചോടില്ല ജീവിതത്തിൽ നിന്ന്. അത് മഹാതെറ്റാണ്. ജീവിച്ചിരിക്കുന്നത് ചിന്തിക്കുകയാണ്. ഒരാളില്ലെങ്കിൽ വേറൊരാളില്ലേ? ഇവിടെ സർക്കാരില്ലേ, ഉദ്യോഗസ്ഥന്മാരില്ലേ, രാഷ്ട്രീയക്കാരില്ലേ, നാട്ടുകാരില്ലേ, തങ്ങന്മാരില്ലേ, ശേഖന്മാരില്ലേ, കാൽകുലാത്തില്ലേ, എത്ര ആൾക്കാരുണ്ട്. ഇവരോടൊന്നും അവൻ്റെ വീട്ടിലാൾക്ക് ഇതൊന്നും പറയാതെ വീട്ടിൽ പറയാൻ പറ്റുന്ന എന്താ കാര്യം മരിച്ചു പോയില്ലേ. ആത്മഹത്യ ചെയ്തപ്പോൾ അദ്ദേഹം ചിന്തിച്ചോ, എന്നെ ആശ്രയിച്ച് കഴിയുന്ന മക്കളുണ്ട്, എൻ്റെ ഭാര്യയുണ്ടെന്നൊക്കെ. അതങ്ങനെ കഴിഞ്ഞു. അത് ഒരു മറുവശം വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്
ഇന്നിപ്പോൾ CP ജോണിൻ്റെ വകുപ്പാണല്ലോ ട്രാൻസ്പോർട്ട് മന്ത്രിയാണല്ലോ അതൊക്കെ റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത്. ഏറ്റവും കൂടുതൽ അഴിമതി ഇലക്ട്രിക് ബോർഡിലും ട്രാൻസ്പോർട്ടിലൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അഴിമതി ഈ ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം ഉദ്യോഗസ്ഥന്മാർ ഏജന്റുമാർ ചേർന്ന് പല പല ഉദ്യോഗസ്ഥന്മാരും ലക്ഷങ്ങൾ കോടികൾ സമ്പാദിച്ചിട്ടുണ്ട്. എനിക്കറിയാം പല ഉദ്യോഗസ്ഥന്മാരും അറിയാം. എനിക്ക് സത്യസന്ധരായ ആൾക്കാർ ഇല്ലെന്നല്ല, പക്ഷെ വളരെ കുറച്ച് മതിയല്ലോ. അയാൾക്ക് ഫിറ്റ്നസ് കൊടുത്തില്ല. അങ്ങനെ അതിന് ഇന്നിപ്പോൾ ഒരു മറുപടി ഉയർന്ന ഉദ്യോഗസ്ഥൻ മറുപടി തരുമോ? അദ്ദേഹം എക്സ്ട്രാ ഫിറ്റ് ചെയ്ത് മാറ്റിയില്ല എന്നാണ്. 10 മാസം കൊണ്ടു നടന്നിട്ട് മാറ്റിയില്ല എന്ന്. പിന്നെ പോലീസ് അതിനോടെ വെഹിക്കിൾ ഇൻസ്പെക്ടർ നിങ്ങൾ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റില്ലേ, നിങ്ങൾക്ക് നേരെ കമ്മിറ്റ് ഈ കക്ഷി ഞങ്ങൾ പറഞ്ഞ് അനുസരിക്കുന്നത് പോലീസ് ഇടപെടില്ല. പോലീസ് ഇടപെട്ട് മാറ്റി നിർത്തിക്കുമ്പോൾ സംഗതി എടുക്കില്ലേ? നിങ്ങൾ പോലീസ് കുറ്റം ഉണ്ടാവും. പക്ഷെ ഒരു ദിവസമെങ്കിലും പോലീസിൻ്റെ സന്നാഹം ഒന്ന് കണ്ണടിച്ചാൽ നിങ്ങൾക്ക് സുരക്ഷയിൽ കിടന്നുറങ്ങുമോ? പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മോശക്കാരായിട്ട് എന്താ കാര്യം യാതൊരു സംശയമില്ല. അതിപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്ത. പക്ഷെ ഞങ്ങൾ പറയുന്നത് അറ്റ് എനി കോസ്റ്റ് ഒരു കാരണവശാലും ക്രമസമാധാന പാലനത്ത് വരുന്ന പോലീസുകാരല്ലാത്ത വർഗ്ഗങ്ങൾ ഏത് വർഗ്ഗമായാലും അവർ ആക്രമിക്കുക എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കുന്ന കാര്യമല്ല. എറ്റനി കോസ്റ്റ് എന്തിൻ്റെ പേരിലാണെങ്കിലും പറയാൻ. കാരണം പാലക്കാട് 72 കോടിയായിട്ട് തട്ടിക്കൊണ്ട് ഈ ബ്ലാക്ക് മെയിൽ ചെയ്ത് ചോദിച്ചു. അത് ചോദ്യം ചെയ്യാൻ വന്ന പോലീസ് ഓഫീസറെ തോക്കി കൊണ്ടിന്നും തല്ലിന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ പ്രത്യേകത HMC ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ, അത് ആ കൊള്ളക്കാരിൽ ഹിന്ദുവിൻ്റെ മുസ്ലിമിൻ്റെ ക്രിസ്ത്യാനി, അതുകൊണ്ട് ജാതി പേര് പറയില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഇത് നിങ്ങൾക്ക് അക്കം മൂന്ന കള്ളനാണെങ്കിലും മറ്റ് പിടിച്ചെടുക്കാണെങ്കിലും നിങ്ങളുടെ 3 തുല്യമായിട്ട് നിൽക്കണം. ഒരു ഹിന്ദു, ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യൻ. അപ്പോൾ പിന്നെ ആ ജാതിയാണ് എന്ന് പറയില്ലല്ലോ. അങ്ങനെയെങ്കിലും ഒരു വിശാല മനസ്സിൽ കാണിക്കുക. അവരെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞ് എന്ത് കാരണത്തിന് പേരിലാണെങ്കിലും കൃത്യനിർവഹണത്തിന് വരുന്ന പോലീസുകാർ ആക്രമിക്കുക എന്നുള്ള ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഉയർന്ന മേലധികാരി അറിയിക്കുക, കോടതി പോകാം, രാഷ്ട്രീയക്കാരെ അറിയിക്കുകയും ചെയ്യാം. പക്ഷെ നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. ഇവിടെ അവർ നിയമം കയ്യിലെടുത്തു. അതിന് ന്യായീകരണമാണ്. പല സംഭവങ്ങളും പോലീസ് ആക്രമിക്കുന്ന കേസുണ്ട്. ഞാൻ വീണ്ടും പറയുന്നത് പോലീസിൽ ഒരു ചെറിയ വിഭാഗം മോശക്കാരുടെ സംശയമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അതൊരു കാര്യം. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾക്ക് ശമ്പളവും കിമ്പളവും കുമ്പളവും ചേർത്ത് ഏതാണ്ട് 2 ലക്ഷം രൂപയെങ്കിലും നിങ്ങൾക്ക് കിട്ടും പെർ മന്ത്. പറഞ്ഞത് ശമ്പളം, കുമ്പളത്തിന് വ്യാഖ്യാനം പിന്നെ പറയാം. 2 ലക്ഷം രൂപ മാസം കിട്ടിയാൽ നിങ്ങൾ എനിക്കറിയാം ചില ഉദ്യോഗസ്ഥന്മാർ ഭാര്യ ഭർത്താവ് ജോലിക്കാർ പറയും എൻ്റെ സാറേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന്. ഇത് അവർ 2-3 ലക്ഷം രൂപ ഒരാൾക്ക് കിട്ടും. അവർ 5 ലക്ഷം രൂപ മിനിമം ഒരു മാസം കിട്ടുന്നുണ്ട് ഈ ശമ്പളവും കുമ്പളവും കൂടി. എന്നിട്ടും അവൻ പറയുന്നറിയോ ജീവിക്കാൻ പ്രയാസമാണ്, വലിയ വിലവാദനമൊന്നും. അവൻ്റെ ഒട്ടും ഓപ്പോസിറ്റ് അവൻ്റെ ബന്ധു ജ്യേഷ്ഠ മകൻ താമസിക്കുന്നുണ്ട്. അവന് മാസം 1000 രൂപ പോലും വരുമാനമില്ല. അവനും ജീവിക്കല്ലേ, ആവശ്യങ്ങൾ നിൽക്കട്ടെ, അത് പറയട്ടെ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ അത്താഴപ്പട്ടിണിക്കാരൻ്റെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കഴിഞ്ഞാൽ ഈ പോലീസുകാർ അറിയാൻ പോലുമില്ല. ഓട്ടോറിക്ഷ തൊഴിലാളികൾ കുറച്ച് പേര് മോശക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നല്ല ശതമാനം ആൾക്കാരും വളരെ ദുരിതത്തിലാണ്, പ്രയാസത്തിലാണ്. അവർക്ക് പലവരും ഇടത്തിട്ടിട്ട് പോവാണ്. കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കൂടി, പ്രഷർ കൂടി, അറ്റാക്ക് വന്ന് കിഡ്നി കംപ്ലീറ്റ്. കാരണം വേണ്ടതിൽ വ്യായാമമില്ല, പിന്നെ ഭക്ഷണ സമയത്ത് കഴിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കില്ല. അങ്ങനെയൊക്കെ ഒരുപടി അശാസ്ത്രീയമായ ജീവിത രീതി കൊണ്ട് അകാലത്തിൽ പൊലിഞ്ഞു പോകുന്നുണ്ട്. അപ്പം ഞാൻ കാണുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾ അവിടെ ഏതായാലും ഇപ്പോൾ ക്യൂ സിസ്റ്റം ഉണ്ടല്ലോ ഇവിടെ. അപ്പം നിങ്ങളെ ക്യൂ സിസ്റ്റം ഉള്ളവർക്ക് ഒരു ദിവസം നിങ്ങൾ ഒരാൾ മറ്റു ദിവസം വേറെ ആൾ അങ്ങനെ മാറി ഒരു അരമണിക്കൂർ നടക്കാൻ പോകും രാവിലെ എപ്പോഴെങ്കിലും. ഇത് നടക്കുന്ന സ്വഭാവമില്ല, കക്കൂസ് പാടില്ല, ഓട്ടോയ്ക്കേ പോകുള്ളൂ. അങ്ങനെ ശീലിച്ചു പോയി. അങ്ങനെയാണ് കൊളസ്ട്രോളൊക്കെ വന്ന് അകാലത്തിൽ പോകുന്നത്. അതൊരു സത്യമാണ്. അപ്പോൾ അവർ നിങ്ങൾ ഉപദ്രവിക്കില്ലേ? നിങ്ങൾ ഉപദ്രവിക്കുക. വലിയ കോടീശ്വരന്മാർ, ലക്ഷപ്രഭുക്കളെ, കള്ളന്മാരെ, രാഷ്ട്രീയക്കാരെ, അല്ലെങ്കിൽ ബാങ്ക് കൊള്ള ഈ പാവപ്പെട്ട കയ്യിൽ ഇടല്ലേ എന്ന് വിനീതമായി പറയണം. പിന്നെ നമ്മുടെ CM-നെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പോഴത്തെ മേനോൻ സാറ് തിരുവനന്തപുരത്ത് കടുവപ്പള്ളിയിൽ നബിദിന ആഘോഷത്തിന് ഏറ്റിരുന്ന നമ്മുടെ CM ആ പരിപാടി പോയില്ല. അതിന് പറഞ്ഞ കാരണം
STPയുടെ ജില്ലാ പ്രസിഡൻ്റാണ്. അതിൽ ജില്ലാ പ്രസിഡന്റ് കൂടി അതിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞേ. പിന്നെ പൊന്ന് രാഷ്ട്രീയക്കാര്, കുബുദ്ധികളെ, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി എന്നെപ്പോലുള്ള ഈ മണ്ടന്മാർ വേണ്ടി വരുന്നല്ലോ എന്ന് പറയുമ്പോൾ അത് വളരെ ദുഃഖകരമാണ്. ഞാൻ CMനെ കുറിച്ചല്ല, പറ്റിയ മൊത്തത്തിൽ പറയാണ്. ഒരു രാജ്യത്തും ന്യൂനപക്ഷ വർഗീയത കൊണ്ട് ആപത്തുണ്ടാകുന്നില്ല. കാരണം ന്യൂനപക്ഷമാണത്. പക്ഷെ ആപത്ത് വരുന്നത് ന്യൂനപക്ഷ വർഗീയത വർദ്ധിച്ചാൽ ഭൂരിപക്ഷ വർഗീയത വളരുന്നു. ഭൂരിപക്ഷ വർഗീയത വളർന്നത് നാടിൻ്റെ ആപത്താണ്. അതുകൊണ്ട് ന്യൂനപക്ഷ വർഗീയത പാടില്ല എന്നാണ് ഞങ്ങളുടെ പോളിസി. പക്ഷേ RSSും പിന്നെ STP, നിങ്ങൾ പറഞ്ഞത് STP ആണ്. STP തീവ്രവാദം പറ്റാൻ ഒരു പാർട്ടി നമുക്ക് താല്പര്യം, ഞങ്ങൾ അങ്ങനെയുള്ള പാർട്ടി പോയിട്ടില്ല. എത്ര പേര് വിളിക്കുന്ന ഞങ്ങൾ പോകണില്ല. മുസ്ലിം ലീഗിൽ ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങളെപ്പോഴും ദേശീയതയിൽ നിൽക്കുന്ന ദേശീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ സംഘപരിവാറിൻ്റെ മുൻപിൽ, അവരുടെ ഫാസിസ്റ്റ് വർഗീയതയ്ക്ക് മുന്നിൽ ഈ STP പോലുള്ള ന്യൂനപക്ഷ പാർട്ടികളുടെ വർഗീയതയ്ക്ക് എന്ത് സ്ഥാനം? 2-3 കാര്യങ്ങളുണ്ട്. അത് ഈ സതീശന് ഉൾപ്പെടെ മനസ്സിലാക്കാൻ പറയുന്നത്. സംഘപരിവാർ വരുന്ന പ്രധാന പോയിന്റ് തെറ്റിട്ടുകൾ തിരുത്താം. ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, കമ്മ്യൂണിസ്റ്റുകൾ, പിന്നെ അർബൻ നക്സൈറ്റുകൾ, ജനാധിപത്യവാദികൾ, ഈ 4 കൂട്ടർ ജീവിക്കാൻ പാടില്ലെന്ന് വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി വെച്ച പുസ്തകങ്ങളും ഫിലോസഫിയും തിയോളജിയൊക്കെയാണ് പുറത്ത് പറയുന്നത് RSS. പക്ഷേ ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷ തീവ്രവാദികളോ വർഗീയ പാർട്ടികളോ ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പാടില്ല, ക്രിസ്ത്യാനി ജീവിക്കാൻ പാടില്ല, കമ്മ്യൂണിസ്റ്റ് ജീവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അർബൻ നക്സൈറ്റിൽ ജീവിക്കാൻ പാടില്ല എന്ന് പറയുന്നില്ല. അവരെ ദൃഷ്ടിയിൽ നിന്നുകൊണ്ട് അവരെ സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ അവർ സ്വയം വളരാൻ വേണ്ടിയോ പ്രസ്ഥാനം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള തീവ്രവാദ സംഘങ്ങളുണ്ട്. അതൊക്കെ വളരെ കുറച്ചുള്ള 1% പോലും ജനസംഖ്യയിൽ ഈ പറഞ്ഞ തീവ്രവാദ പാർട്ടികളുടെ ഇല്ല. പക്ഷേ RSSന്റെ പരിപാടിയിൽ സംഘടിപ്പിക്കാൻ ഈ പറഞ്ഞ CMന് പോലും കുറച്ചില്ല പോകാൻ പറ്റും. പക്ഷേ STPയുടെ പാർട്ടി പങ്കെടുക്കുന്നതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ, എൻ്റെ പൊന്ന് CM മേനോൻ സാറേ, നിങ്ങൾക്ക് എവിടെ കൊണ്ട് എന്ത് രാഷ്ട്രീയമാണ് പഠിച്ചിരിക്കുന്നത്? എന്ത് ഫിലോസഫിയാണ് പഠിച്ചത്? എന്ത് മനഃശാസ്ത്രം പഠിച്ചിരിക്കുന്നത്? എന്ത് ശാസ്ത്രമാണ് പഠിച്ചിരിക്കുന്നത്? എന്ത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് പഠിച്ചിരിക്കുന്നത്? എന്ത് സാംസ്കാരിക സംഘടനയെക്കുറിച്ച് ചിന്തിക്കുന്നത്? എന്ത് വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത്? ഇത് CM മാത്രമല്ല, പല തെണ്ടി രാഷ്ട്രീയ നേതാക്കളും പറയുന്നത് STPD ഞാനില്ല, PDPD ഞാനില്ല, അവർ വർഗീയമാണ്, തീവ്രവാദമാണ്, പിന്നെ രാജ്യദ്രോഹികളാണ്. രാജ്യദ്രോഹി മാറ്റിവെക്കും. പക്ഷെ RSS സംഘപരിവാറിൻ്റെ ആശയാഭിലാഷങ്ങളും ആദർശങ്ങളും നോക്കുമ്പോഴേ മുസ്ലിങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, കമ്മ്യൂണിസ്റ്റുകൾക്ക്, അർബൻ നക്സൈറ്റുകൾക്ക് അവർക്ക് ജീവിക്കാൻ പോലും അവകാശമില്ലെന്നുള്ള, നാട് വിട്ടുകൊണ്ടെന്നുള്ളതാണ് പോളിസി. അതിൻ്റെ മുൻപിൽ ന്യൂനപക്ഷായ ഒരു STP അവരൊന്നും അങ്ങനെ പറയുന്നില്ല. ഞാൻ STPയെ പുകഴ്ത്തിപ്പല്ല. ചില കോൺഗ്രസ് നേതാക്കൾ രാത്രി സംഘപരിവാറിനോട് അനുകൂലം പറയുമ്പോൾ ഞങ്ങൾ STPയുടെ രാത്രി അനുകൂലം നിൽക്കുന്നില്ല, പകൽ നിൽക്കുന്നില്ല, അതില്ല. പക്ഷെ അവർ ന്യൂനപക്ഷ പാർട്ടിയാണ്. ന്യൂനപക്ഷ പാർട്ടികൾ എത്ര സംഘടിച്ചാലും, മലയാളത്തിൽ പറയും മറ്റേതിന് എത്ര പൊക്കിയാലും ഇതിൻ്റെ താഴെ കിടക്കുള്ളൂ എന്ന് പറയുമ്പോൾ, ന്യൂനപക്ഷ പാർട്ടി ന്യൂനപക്ഷം തന്നെയാണ്. അവർ ചിന്തയിലും പ്രവൃത്തിയിലും ശക്തിയിലൊക്കെ ന്യൂനപക്ഷമാണ്. അതുകൊണ്ട് വലിയ ആപത്തുണ്ടാവില്ല. പക്ഷേ ന്യൂനപക്ഷ വർഗീയത വളർന്നാൽ അത് ഭൂരിപക്ഷ വർഗീയതക്ക് വളരെ സാധ്യതയുണ്ടോ, അത് അപകടം ചെയ്യും. കാരണം ഭൂരിപക്ഷം കിട്ടും. അപ്പോൾ അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി പങ്കെടുത്തില്ലെങ്കിൽ മറ്റെന്തിന് കാരണം അത് പങ്കെടുക്കാതിരിക്കും. അത് അങ്ങനെ അവകാശമാണ്. ഈ ഒറ്റ കാരണത്തിന് വേണ്ടി പങ്കെടുക്കാതിരിക്കുന്നത് സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രമാണെന്ന് പറയേണ്ടി വരും സാർ. പറയാതിരിക്കാൻ വയ്യ. അതാ പറഞ്ഞ സംഘപരിവാറാണ് കേരള ഭരണകൂടത്തെ നയിക്കുന്നത് എന്ന് കുറേ വർഷങ്ങളായിട്ട്. അത് ഉമ്മൻചാണ്ടി കാലത്ത് തുടങ്ങിയതാണ്. അല്ല, ഉമ്മൻചാണ്ടി കാലത്ത് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെയാണ്. കാരണം എത്ര സംഘപരിവാർ നേതാക്കൾ വന്ന് വർഗീയ പ്രസ്ഥാനമായിട്ട് ഒരാളെ കുറിച്ച് കേസെടുക്കുമോ ഒന്നും ഈ ഉമ്മൻചാണ്ടി ചെയ്തിട്ടില്ലല്ലോ. ഉമ്മൻചാണ്ടി RSSനെ കുറിച്ച് ഒരു അക്ഷരം എതിര് പറഞ്ഞിട്ടില്ല. അവർക്ക് അത് ഒന്നും നിൽക്കുകയില്ല. അന്തോണി അങ്ങനെയാണല്ലോ. അത് ക്രിസ്ത്യൻ നേതാക്കളൊക്കെ തന്നെയാണ്, സംശയമൊന്നുമില്ല. അത് ഒരായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ 10 വർഷം പിണറായി സഖാവ്
കൊണ്ടുകിടന്ന ഭരണത്തിൽ നിയന്ത്രിച്ച ആരിടും? ആ പിണറായിയാണ് ഇപ്പോൾ എല്ലാം പറഞ്ഞ് UDF കുറ്റം പറഞ്ഞ് വരാൻ പോകുന്നത്. നിങ്ങൾ ഒരിക്കലും വല്ലത് മാത്രമല്ല, നിങ്ങൾ എന്ന് മാറിയില്ലേ ആ കാലം വരെ ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതെയാവും. നിങ്ങൾക്ക് ഞാൻ എന്ന് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ, രാജ്യസ്നേഹം ഉണ്ടെങ്കിൽ, പാർട്ടിയോട് കൂറുണ്ടെങ്കിൽ നിങ്ങളെ സ്ഥാനം മാറി ഇളം തലമുറ ഏൽപ്പിക്കണം. അപ്പോൾ ഇന്നൊരു മഹാൻ പറഞ്ഞു, അങ്ങനെ MG രാധാകൃഷ്ണൻ അജയൻ എന്ന് പറയുന്ന PG മകനുണ്ട്, രാജാതി മന്നാനാണ്, അദ്ദേഹത്തെ ചാർജ് ഏൽപ്പിച്ചിട്ട് പാർലമെന്റിലേക്ക് കൊണ്ടുവന്നൊക്കെ. ഈയിടോ ശക്തിധരൻ എന്ന ഒറ്റ ആളുടെ ശക്തിധര 9% നായര് മാത്രമേ ഉള്ളൂ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കാൻ. ആര് വന്നാലും എനിക്ക് ഒന്നുകിൽ ചേട്ടൻ വെയിൽ കിട്ടുമ്പോൾ ഞാൻ ഊണ് കഴിക്കാൻ പോവാം, അല്ലെങ്കിൽ ഞാൻ ഊണ് കഴിക്കുമ്പോൾ ചേട്ടൻ വെയിൽ കിട്ടുമ്പോൾ, ഈ രണ്ടിലേതൊന്ന് സ്വീകരിക്കുന്ന പറഞ്ഞാൽ അപ്പോൾ ചേട്ടൻ വെയിൽ കിട്ടില്ലായിരുന്നു. അപ്പം ഇവിടെയുള്ള 90% പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങൾ എന്നും വെള്ളം കോരാനും വെറു കീറാനും ചുമരിൽ പോസ്റ്റർ ഒട്ടിക്കാനും അല്ലാതെ രംഗത്തുമില്ല. അപ്പോൾ ചോദിക്കും, നിങ്ങൾ പിണറായി വന്നില്ലേ? പിണറായി ആരിടും? തീയതെന്ന് പറഞ്ഞാൽ പിന്നോക്ക സമുദായമല്ല, മുന്നോക്ക സമുദായം അവർ തന്നെ പറയുന്നത്. മുന്നോക്ക സമുദായം എല്ലാ ലക്ഷ്യവും പിണറായി കാണിച്ചിട്ടുണ്ട്. കാരണം 10-11 മന്ത്രിസ്ഥാനം കൊടുത്തേക്കാണ്. എന്നിട്ട് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി പിണറായി സർക്കാർ ജയിക്കില്ലാന്ന്. പക്ഷെ ഈ പിണറായി സർക്കാരിൻ്റെ ഒരുവിധം മണ്ട ഗ്രൂപ്പുകൾ, പിണറായി ഉൾപ്പെടുന്ന മണ്ടന്മാർ വിചാരിച്ച് ഞങ്ങൾ ജയിക്കും, ഞാനില്ലത് ആര് എന്ന് പറഞ്ഞ് നടത്തി വോട്ടെണ്ണി കഴിയുമ്പോഴാണ് ഇത് അങ്ങേ അറിയുന്നത്. അതിനർത്ഥം അവരൊന്നും നേതാക്കളാകാനോ ജനങ്ങളെ നയിക്കാനോ അൺഫിറ്റാണെന്നാണ്. ഈ ഷംസീർ ഉൾപ്പെടെ, ഷംസീർ പറഞ്ഞാൽ ഇത്രയും തോൽവി പറ്റും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന്. എന്ത് കോണത്തെ നേതാവ് ഷംസീർ പാർട്ടിയിൽ പോകും, അത് വേറെ. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയത്തിലെ ജനങ്ങളുടെ മാൻഡേറ്റ് അല്ലെ അവർ വികാരം, അവരുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ നയിക്കാൻ പറ്റിയിട്ടല്ലെന്നേ പിണറായി ഉൾപ്പെടെ. ഇത്രയും മോശമായ ഒരു ചിന്താഗതി വന്ന് ഇത്രയും മോശമായൊരു ഭരണമാണെന്ന് തെളിയിച്ചിട്ട് നിങ്ങൾക്ക് മാത്രം, അതായത് LDF പ്രതിപക്ഷ അന്നത്തെ ഭരണകക്ഷിയുടെ പ്രധാന നേതാക്കൾ, പ്രത്യേക CPM നേതാക്കൾക്ക് മാത്രം മനസ്സിലായില്ല. അവർക്ക് മനസ്സിലായപ്പോഴോ വോട്ടെണ്ണി റിസൾട്ട് വന്നതിന് ശേഷം. പണ്ട് പറഞ്ഞില്ലേ, ചേല ചുറ്റി തെങ്ങ് കുലുക്കുമായിരുന്നു വടക്ക് മലബാറിലെ ചേവന്മാരൊക്കെ. അത്ര ആരോഗ്യം. ഇന്നിപ്പോൾ ചേല കുലുങ്ങുമല്ല, വയറ് കുലുങ്ങും, തെങ്ങനങ്ങൂല. അതുപോലെയാണ് പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇലക്ഷൻ കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് കൂടി തീരുമാനിച്ചാൽ ഒരു 10-15% വ്യത്യാസമുള്ളൂ. ബാക്കി 85% കറക്റ്റായിരിക്കും. ഇത്ര വോട്ട് ഈ ഡിവിഷനിലുണ്ട്, ഈ വാർഡിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ 10% വ്യത്യാസം വരും. 100 വോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ 90 വോട്ട് ശരിയായിരിക്കും. ഇത് 100 വോട്ട് കഴിഞ്ഞാൽ 40 വോട്ടുള്ളൂ, 60 വോട്ട് തെറ്റാണ്. അതാണ് ഇല്ല, സുഖലൂലത കൂടിയപ്പോഴേ, ആസ്വാദനം കൂടിയപ്പോഴേ നിരാശരായില്ല, ഇതിൻ്റെ തന്നെ അലസരയിൽ പണം കൂടിപ്പോവും. അലസന്മാർക്ക് ബുദ്ധി ഉണ്ടാവില്ലല്ലോ. അങ്ങനെയായിപ്പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ബേബിയൊക്കെ പറഞ്ഞു, എന്തിനാ ബേബിയൊക്കെ പറഞ്ഞു? ബേബിക്ക് ഇനി ആരുടെ ബേബി നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾക്ക് ആരിനി പേടിക്കളെ? എന്ത് കാലോട് ലോകത്തിലൂടെ ഇനി നിങ്ങൾ എന്തിനാ പിണറായി പേടിക്കുന്നത്? നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറഞ്ഞൂടെ പിണറായി മാറണം, കൊല്ലണേന്ന് നോക്കണം, അല്ലെങ്കിൽ നിങ്ങളെ സ്ഥാനത്ത് മാറണം. ധൈര്യമാണ് നിങ്ങൾ ബേബിക്ക് പറയാൻ. അന്ന് ഇലക്ഷൻ പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയപ്പോൾ എതിർത്ത കുറേ ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾ എത്ര കഴിവില്ല അവർക്ക്, അവർ എതിർത്തല്ലോ പറഞ്ഞല്ലോ. നിങ്ങൾക്കിത് പറയാത്തത് ഷണ്ണന്മാരായ നേതാക്കൾ വന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കും. അന്തസ്സുള്ളവണെങ്കിൽ, അന്തസ്സുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണെങ്കിൽ പിണറായി അല്പം ഗ്രൂപ്പാണ് ഇതിന് എല്ലാത്തിനും കാണുമെന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്തി തോൽപ്പിച്ച് മൂലക്ക് ഇരുത്തി ബേബിക്ക് മനസ്സിലായി. എന്നിട്ടും അതൊന്ന് തുറന്ന് പറയാനും പിണറായിയോട് മാറാനും പറയാനും ഈ ബേബിക്ക് കഴിവില്ലെങ്കിൽ പിന്നെ എന്താണ് ബേബി നിങ്ങൾ സഖാവായി അവിടെ കയറിയിരിക്കുന്നത്? നിങ്ങളെ മുഖ്യമന്ത്രി ആണല്ലേ? നിങ്ങളെ മുഖ്യമന്ത്രി ആകരിക്കുമ്പോൾ നിങ്ങളെ പാർലമെന്റിലേക്ക് വിട്ട് അവിടെ തോൽപ്പിച്ച് അസംബ്ലി ഇല്ലാതെയായി നിങ്ങൾ ഒന്നും ഇല്ലാതാക്കിയത് ആ പിണറായില്ലേ? ഇടമൂത്ത് പരനോട് പിണറായി കാണിച്ച വൃത്തികേടുകൾ അത് ധൈര്യം വേണം, അല്ലെങ്കിൽ മാറി നിൽക്കണം. അത് പറയാൻ യുവാക്കളെ ചെറുപ്പക്കാർ കമ്മ്യൂണിസ്റ്റിൽ വരുന്നുണ്ട്, പുറകിലിട്ടവർ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അവരൊക്കെ കിട്ടുന്നുള്ളൂ. അവർ മുഖം നോക്കാതെ പറയും
ചാവടി ബേബിക്കിൽ അന്തസ്സില്ല ബേബിക്ക്. പിന്നെ ഒരാളല്ല, വലിയ ഗണിത ശാസ്ത്രജ്ഞൻ, അമേരിക്കൻ ചാരാന്ന് പറയുന്നത് തോമസ് ഐസക്ക. അദ്ദേഹം പറയണ്ടോ പിണറായിയുടെ ആ ഒരു രീതിയാണ് ഈ ഭരണപോകും കാരണം എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവരൊന്നും പറയില്ല, പേടിച്ചിട്ടാണ്. കാരണം അവരൊക്കെ പല അഴിമിച്ചതിന് അത് പിണറായി കുത്തിപ്പോയിക്കാൽ പേടിച്ച് മിണ്ടൂല പിണറായിക്കെതിരെ. ഇപ്പോൾ ഒരു കേട്ടി ജില്ലയിലുള്ള പിണറായിക്കെതിരെ വാലോളം പോയിട്ട് എടി ജില്ലയിലേക്ക് അറിവുണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. നല്ല സ്ഫുടതയോടുകൂടി സംസാരിക്കാൻ അറിയാം, ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ട്. ഡോക്ടറേറ്റ് ചെയ്തിട്ട് 2 ലക്ഷം കൊടുത്ത് ആർക്ക് ഡോക്ടറേറ്റ്? അതൊന്നും ഒരു കാര്യമൊന്നുമില്ല. എത്ര പേർക്ക് എന്താണ് ഡോക്ടറേറ്റ് 1 ലക്ഷം കൊടുത്താൽ കിട്ടുമ്പോൾ ഒന്നും ചെയ്യണ്ട, സർട്ടിഫിക്കറ്റ് തരും, പ്രിന്റ് ചെയ്ത് തരും. പണ്ട് കാലത്ത് ഈ കോയമ്പത്തൂരിൽ ഡ്രൈവിംഗ് ലൈസൻസ് പഠിക്കുമ്പോൾ പഠിച്ച് ലൈസൻസ് വാങ്ങിയിട്ട് കാശ് കൂടുതൽ വേണം, പഠിക്കാൻ ലൈസൻസ് വാങ്ങിയിട്ട് കാശ് കൊടുത്തത്. കാരണം അപ്പോൾ അവർക്ക് അധ്വാനമില്ല. അതുപോലെ 1 ലക്ഷം കൊടുത്താൽ നിങ്ങൾ പറഞ്ഞ പേരിൽ തരുന്ന യൂണിവേഴ്സിറ്റികൾ, കള്ള യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ട്, ഇന്ത്യക്ക് വെളിയിലുണ്ട്, കേരളത്തിലുണ്ട് തോന്നാം. 1 ലക്ഷം കൊടുത്താൽ മതി, ഡോക്ടറേറ്റ് കിട്ടും. അങ്ങനെ കൊല്ലത്തത്ത് ചില പെണ്ണൊക്കെ അറിയാമല്ലോ, വേറെ ചിലർക്ക് ഞാൻ കുറ്റം പറഞ്ഞില്ല അതുകൊണ്ട്. അപ്പോൾ അത് ഡോക്ടറേറ്റ് പോട്ടെ, അതൊന്നും കാര്യമൊന്നുമില്ല. പക്ഷേ ആ ജലീൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറ്റിയ ആ മൂല്യച്യുതി അല്ലെങ്കിൽ ആ അപജയം എന്നുള്ളത് ഈ പിണറായിയുടെ ആ ചെറിയ ഗ്രൂപ്പിൻ്റെയും പ്രവർത്തനം മോശമാണെന്നും മനസ്സിലായിട്ടും പറയാതിരിക്കുന്നത് പിണറായിക്ക് വേണ്ടി റാം പൊളുതും. എന്നാണ് ഞാൻ പറഞ്ഞേ, ജലീൽ വഴി CPM സെക്രട്ടറി ആക്ക്, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മെമ്പർ ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് പുള്ളി സ്വപ്നം കെട്ടാണ് പിണറായിക്ക് കുത്തിപ്പൊയ്ക്ക സെക്രട്ടറി ആവുന്നത്. അതൊന്നും ആക്കാൻ പോകുന്നില്ല. എന്തിനാ ജലീൽ ഇത് ആത്മാഭിമാനം കളഞ്ഞ് ജീവിക്കുന്നത്? മരിക്കാൻ പാടില്ല. ഞാൻ സഖാക്കളും ചോദിക്കുക, നിങ്ങൾക്ക് മരിക്കാൻ പാടില്ല? അല്ലെങ്കിൽ മുഖത്ത് നോക്കി കാരണം പിണറായിയുടെ പ്രവൃത്തി ദൂഷ്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. 99% അവർക്ക് സമ്മതിച്ച് കേരളീയർക്ക് വെളിയുണ്ട് മനസ്സിലായി. എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും പിണറായിക്കൂടി വരാമ്പോഴുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിശുദ്ധി ജനകീയമല്ല. അതാണ് സംഗതി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഓണം ആഘോഷിക്കുക, അതിലിപ്പോൾ കല്ല സുകുമാരൻ എന്ന് ബഹുജൻ സമാജ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കും. അദ്ദേഹം ഞങ്ങളെ കൂടി യോഗത്തിൽ അന്ന് പറഞ്ഞു, എന്താ പറഞ്ഞറിയോ, ഓണം ആഘോഷിക്കുന്നത് നല്ലൊരു ഭരണാധികാരിയായ രാജാവിനെ, മനുഷ്യത്വമുള്ള രാജാവിനെ ഭരണം കണ്ട് അസൂയപ്പെട്ട് വന്ന് ചവിട്ടി താഴ്ത്തിയപ്പോൾ നശിപ്പിച്ചപ്പോൾ അതെന്തിനാണ് ആഘോഷിക്കുന്നത് കല്ല സുകുമാരൻ യോഗത്തിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, സാറേ അത് സാറ് പറയുന്നത് ശരിയാണ്, പക്ഷേ നിങ്ങളുടെ അണികളിൽ ഉൾപ്പെടെ വേണ്ടത്ര ബോധവൽക്കം ചെയ്യാതെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ ദൂഷ്യം ചെയ്യും. കാരണം ജനങ്ങളെതിരാവും. കാസർഗോഡ് എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദേശീയ ഉത്സവം പോലെ, അല്ലെങ്കിൽ സർവ്വ ജാതികൾ നോക്കുന്ന ഒരു ഉത്സവമാണ് കേരളത്തിലെങ്കിലും തിരുവോണം ആഘോഷിക്കുന്നത്. അത് ഇങ്ങനെയാണ് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ബോധവൽക്കത്തി കാര്യം മനസ്സിലാക്കിയില്ല, അവർ എതിരാവും. ഇപ്പം ഇന്നിപ്പോൾ ഒരു ഒറ്റൊരാൾ കപിൽ മലയാളി പറഞ്ഞല്ലേ, മാളികപ്പുറത്ത് അമ്മ അങ്ങോട്ട് ചിരിക്കുകയാണ്, ഇങ്ങോട്ട് വന്നാൽ അയ്യപ്പം ബലാത്സംഗം ചെയ്തത്. എൻ്റെ കപിൽ സണ്ണി കവിൽക്കാരെ അങ്ങനെയൊക്കെ പറയാവോ? ആയിരിക്കാം, അങ്ങനെ പറഞ്ഞില്ല. പക്ഷെ നമ്മൾ പരസ്യമായിട്ട് പറയുമ്പോഴേ അതൊരു സംഘർഷങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ വരില്ലേ. അത്ര ബഹുമാനത്തോടെ ഇരിക്കുന്നതാണ് ഈ അയ്യപ്പൻ എന്ന് പറയുന്നത്. എല്ലാ ജാതി മതവും കൂടാതെ നിൽക്കുന്നതാണ്. ആ മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതൊരു ചർച്ച തുടങ്ങിയിട്ടുണ്ട്, അത് ബുദ്ധിമുട്ടാവില്ല. അതുപോലെയാണ് ഈ ഓണം ആഘോഷം. അങ്ങ് ശരിയാണ് ഇതൊക്കെ, പക്ഷെ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ജനങ്ങൾ ബോധവൽക്കം ചെയ്ത് അവരെ മനസ്സിലാക്കുമ്പോഴായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ ദൂഷ്യം. അതുപോലൊരു കാര്യമാണ് ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത്. ഏതായാലും കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും ഉരുത്തിരിഞ്ഞ് വരട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അതിനൊപ്പം തന്നെ മെട്രോ ലൈനിൽ കൊച്ചിൻ മെട്രോൻ്റെ പേര് കേരള മെട്രോ എന്നാക്കാണെന്ന് പറഞ്ഞതിന് ശശി തരൂർ പറഞ്ഞാണ് ഒരു MP. നമ്മുടെ IB അല്ല ഞാൻ പറയുന്നത്, ശശിയാണ് പറഞ്ഞെങ്കിൽ ശശിയെക്കുറിച്ച് പറയുമ്പോഴേ ഈയിടെ പൊന്ന് ശശി MP സാറേ, നിങ്ങൾക്ക് ലോക പ്രസിഡന്റല്ലേ. ഈ മെട്രോയുടെ ലക്ഷ്യം എന്താണ്? സിറ്റികളിൽ മാത്രം പോകുന്നൊരു ഇതാണ്. അങ്ങനെ കൂട്ടി യോജിപ്പിച്ച് ലോകം മുഴുവൻ പോകുന്നതല്ല. ഇപ്പോൾ ഡൽഹിയിൽ മെട്രോ, ഇപ്പോൾ പൂനെ മെട്രോ, അങ്ങനെ എല്ലാ സിറ്റികളിൽ തന്നെ വട്ടത്തിൽ കറങ്ങി നടക്കുന്നതാണ് മെട്രോ. അല്ല ലോങ് ട്രിപ്പ് പോകാൻ പറ്റും, ബാത്റൂം അതിലില്ലല്ലോ. അതൊക്കെ പോട്ടെ,
അങ്ങനെ നിങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ മെട്രോയെക്കുറിച്ച് മെട്രോ ഫേസ് 2 2 വർഷത്തേക്ക് ഇനിയിപ്പോൾ ഒരു വർഷത്തേക്ക് പൂർത്തിയാകുന്ന പോലെ വലിയ അനൗൺസ്. ഇപ്പം എന്താണ് അതിനുവേണ്ടി ട്രെയിൻ ബുക്ക് ചെയ്തിട്ടില്ല. ട്രെയിൻ ബുക്ക് ചെയ്താൽ 3-4 വർഷം പിടിക്കും, 2-3 വർഷം പിടിക്കും പറഞ്ഞേ. എവിടെയായിരുന്നു അപ്പോൾ ഈ ബെഹ്റയൊക്കെ? എവിടെയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി? എവിടെയായിരുന്നു മുൻ മുഖ്യമന്ത്രി? ഇപ്പോൾ മെട്രോ തുടങ്ങിയിട്ട് ഇപ്പോൾ 1-2 വർഷമായില്ലേ? ഏതാണ്ട് പണിയുടെ ഒരു 10-60% കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഓടി തീവണ്ടി വേണ്ടേ, കോച്ച് വേണ്ടേ? ഈ കോച്ച് നമുക്ക് എറണാകുളം ബ്രോഡിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റിയ സാധനമാണോ? അത് ഓർഡർ കൊടുത്താൽ 2-3 വർഷം മിനിമം പിടിക്കും. ഇതൊരു ഓർഡർ കൊടുത്തിട്ടില്ല. അതാണ് ബെഹ്റയൊക്കെ താഴെ മാറ്റി അദ്ദേഹത്തിന് ആദ്യം സർക്കാർ പോലീസിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ച് മോഡിയുടെ കാളായിട്ട് കൈവരുന്നതാണല്ലോ വാങ്ങിച്ച്, പിന്നെ മെട്രോയിലേക്ക് അതിൽ ശമ്പളം, അത് പിണറായി കൈമണിയടിച്ച്, ഇപ്പം ഈ സതീശൻ കൈമണിച്ച്, ഈ കൈമണിയടിച്ചെടുക്കുന്ന ഈ ദ്രോഹികളെയൊക്കെ മാറ്റിയിട്ട് മനുഷ്യത്തുള്ള രാജ്യസ്നേഹമുള്ള നല്ല ചെറുപ്പക്കാരെ വഹിക്കുന്നതേ. റിട്ടയർഡ് ചെയ്തവർക്കെല്ലാം സ്ഥാനം കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കൽ പണ്ട് ഗവർണർ കോൺഗ്രസ് വെച്ച പോലെ. കോൺഗ്രസിന് ഒരു എവിടെയും ഉൾക്കൊള്ളിക്കണമെങ്കിൽ അന്തമാരെ ഉൾക്കൊള്ളിക്കൽ ഗവർണറായിട്ട് വയ്ക്കും. ഒരു ആവശ്യം കണ്ട് പദവിയില്ല, ആ അസ്ഥിയുടെ ആവശ്യമില്ല. ഇവിടെ ചീഫ് സെക്രട്ടറി, എല്ലാ സ്റ്റേറ്റിലും ചീഫ് സെക്രട്ടറി ഉണ്ട്. ചീഫ് സെക്രട്ടറി ഈ കേന്ദ്രത്തിൽ അവരിൽ നിന്ന് വിവരം കിട്ടും. പിന്നെ ഗവൺമെൻറ് ഇപ്പോൾ ആവശ്യമില്ല, വെറുതെ കോടികൾ ചിലവാക്കാന്നുള്ളൂ. ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മേൽ മുഖ്യമന്ത്രിയാണ്. പണ്ട് ഗവർണർക്ക് മുഖ്യമന്ത്രി താഴെ നിൽക്കുള്ളൂ. ഇപ്പോൾ കുറേ കാലമായിട്ട് BJP അധ്യക്ഷൻ ഗവർണർമാരെല്ലാം മുഖ്യമന്ത്രിയുടെ മുകളിലാണ്. പ്രോട്ടോകോൾ വെച്ച് അങ്ങനെ ചെറിയ ഇതുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അതിനാവശ്യത CM ആണ് കേരളത്തിൽ ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഉന്നത ഉദ്യോഗസ്ഥൻ. CM തന്നെ ആയിരിക്കണം. ഹൈക്കോടതി ജഡ്ജിക്ക് അങ്ങനെ കൊടുക്കരുത്, ഹൈക്കോടതി ജഡ്ജിക്ക് പോലും പാടില്ല. അത് ജനകീയനാണ് മുഖ്യമന്ത്രി. ആ പ്രോട്ടോകോൾ തിരുത്തണം. പ്രോട്ടോകോളിൽ മെയിനായിട്ട് CM, അതിന് താഴെ ആരും വരാവുള്ളൂ. ഇത് CM-ന് മുകളിൽ 1-2 ഹൈക്കോടതി ജഡ്ജിമാർ, സുപ്രീം കോടതി ജഡ്ജി, പിന്നെ എന്താണ് പിന്നെ ഉള്ളത് ഈ പറഞ്ഞ ഗവർണർക്ക്. അതൊക്കെ മാറ്റണം. ഇപ്പോൾ ഏതായാലും വണ്ടി ഓർഡർ ചെയ്തിട്ടില്ല, അവിടെയും KSRTC പോലെ നിരാശ വരാൻ സാധ്യതയാണ്. എല്ലാ ആഗ്രഹങ്ങളും തച്ചുടക്കാണ്. ഇപ്പം എന്താണ് റെയിൽ വന്ന് അത് നടത്തിയില്ല, ഹൈ സ്പീഡ് റെയിൽ വന്ന് അത് നടത്തില്ല. ഇവിടെ ഒന്നും നടത്തില്ല. നടത്തുമെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ കമ്മീഷൻ വാങ്ങി രാജ്യദ്രോഹ പണിയല്ലാതെ ഒന്നും നടക്കില്ല. ഇപ്പം ദുബായി പോയി നമ്മുടെ മെട്രോ വന്ന് എത്ര വർഷം കഴിഞ്ഞ കേരളത്തിൽ എറണാകുളത്ത് പോലും വന്നത്, അതിന് ശേഷം വന്ന് ദുബായ് വലുത്തിട്ട് എത്ര വർഷം എന്നറിയുമോ? ഞാൻ ദുബായിൽ പോയി പറയില്ല, അവിടേക്ക് കുറച്ചുകൂടി ആത്മാർത്ഥയുണ്ട്. അപ്പോൾ ഈ ശശി തരൂരൊക്കെ മെട്രോനെ കുറിച്ച് കേരള മെട്രോ ആക്കുന്നത് പറഞ്ഞു, അദ്ദേഹം ആണെങ്കിൽ അണ്ണ പറയുന്നത് എനിക്കറിയില്ല, ആണെങ്കിൽ ആ ശശിയോട് ചോദിക്കുകയാണ്, എൻ്റെ ശശി സാറേ മെട്രോ സെക്കൻഡ് ഫേസ് വന്നപ്പോൾ ആ വണ്ടി ബുക്ക് ചെയ്തതെന്ന് അന്വേഷിച്ചോ? നിങ്ങൾ MP ആണല്ലോ, ഇവാളുടെ MP ആണെങ്കിലും ഇന്ത്യൻ പാർലമെൻറ്റിലല്ലേ, ഇന്ത്യയിലെ മുഴുവൻ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായം പറയാമല്ലോ. ഇവാൾക്ക് അതുണ്ടോ? ഇനി എന്ത് നടക്കും? ഒരു കാര്യം നടക്കില്ല. ഈ ഞാൻ പറയും നെറികെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ കാരണം ഇന്ത്യ മഹാരാജ്യം മാത്രമല്ല കേരള മഹാരാജ്യം ഒക്കെ വളർച്ച മുരടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് ഒരു കാര്യം ഇപ്പോൾ ഞാൻ നിർത്താം. E20 വന്നതിന് ശേഷം 30-38 രൂപയുടെ പഞ്ചസാര 60 രൂപയെന്ന് പറഞ്ഞത്. ഇപ്പോൾ മുട്ടക്ക് 6 രൂപക്ക് കിട്ടും, 6 കിട്ടും, മുട്ട കിട്ടും 40 വില കൂടി. എന്നറിയുമോ? ഈ ചോളത്തിൽ ഇതാണ് കോഴിത്തീരുണ്ടാക്കുന്നത്. ആ ചോളം മുഴുവൻ ഇതിൽ പോവാണ്, ഇമെയിൽ ഇത് തന്നെ അന്വേഷിച്ചിട്ട്. പണ്ടൊരിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞ് ഇതുപോലെ ബ്രിട്ടനിലെ മറ്റോ ഇതുപോലെ ഇന്ധനത്തിൽ നിന്നും ഈ ഗോതമ്പിൽ നിന്ന് ഇന്ധനം എടുത്ത് അതുകൊണ്ട് ഗോതമ്പ് കിട്ടാതെ വന്ന് ബ്രിട്ടൻ ഒരിക്കൽ ചെലവില്ലാത്തതുകൊണ്ട് ഗോതമ്പ് പോയി കടലിൽ തള്ളിക്കളഞ്ഞു. ഗോതമ്പ് ആർക്കും വേണ്ടാതെ വന്നു. അതങ്ങനെ വശം. അത് മറുവശത്താണ് ഗോതമ്പ് ഇല്ലാതെ വില കൂടി. ഇപ്പോൾ ഇത് പഞ്ചസാരയില്ല, വില കൂടി. പഞ്ചസാര ഇപ്പോൾ ഇറക്കുമതി ചെയ്യാൻ പോണു. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടിയ ലാഭം ഇപ്പം എന്ത് പറ്റി? പഞ്ചസാര ഇറക്കുമതി ചെയ്യാൻ വിദേശ നാണ്യം പോവില്ലേ? ഇതാകൊണ്ട് ജനങ്ങളെ കൊള്ള ചെയ്യാന്നല്ലാതെ ഒരു ഗുണവുമില്ല. കൊള്ള ചെയ്യാണ്. ആരും ചോദിക്കാതെ അറിയാനില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഗോതമ്പ് ഇറക്കുമതി ചെയ്യുന്ന അല്ല പഞ്ചസാര ഇറക്കി ചെയ്ത് വിദേശ നാണ്യം പോവില്ലേ? അത് തന്നെയല്ല മറ്റത് മുട്ട നമുക്ക് വില കൂടി, ചോളം കിട്ടാനില്ല. ചോളത്താണ് കോഴിത്തീരയുടെ പ്രധാന റോ മെറ്റീരിയൽ ചോളമാണ്. അത് കിട്ടാനല്ല വേറെ ഒന്ന് ഉപയോഗിച്ച് പോകണം. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നാടിന് ഭാരമായി തീരാണ്. ഈ ഗവൺമെൻറ്റുകൾക്ക് എത്രയും പെട്ടെന്ന് താഴെ ഇറക്കാൻ ബുദ്ധിയുള്ള ഇന്ത്യക്കാരായാൽ കൊണ്ടെങ്കിൽ ശ്രമിക്കുന്നത് കൊണ്ട് ഞാൻ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.